Hi guys, welcome back to another video. Welcome back to my channel. It's your boy FX Janaho here guys. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ് നോക്കാൻ പോണത്. എന്താണ് സപ്പോർട്ട്, എന്താണ് റെസിസ്റ്റൻസ്, ഏതൊക്കെ ടൈം ഫ്രെയിമിലാണ് നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ബെറ്റർ ആയിട്ട് കിട്ടുന്നത്, എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്നുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോണത്. സോ വെൽക്കം ടു ദ വീഡിയോ ഗൈസ്. Target hit. Let's go. Let's go. Let's go. Didn't even get to cross. ഗൈസ്, അപ്പോൾ നമുക്ക് ബേസിക് ഐഡിയ നിന്ന് തുടങ്ങാം. ഇമാജിൻ സപ്പോർട്ട് ആസ് എ ഫ്ലോർ ആൻഡ് റെസിസ്റ്റൻസ് ആസ് എ റൂഫ്. നമ്മുടെ കയ്യിൽ ഒരു ബൗൺസിംഗ് ബോൾ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഈ ബൗൺസിംഗ് ബോൾ താഴോട്ട് ഫ്ലോറിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ഇത് പോയി ബൗൺസ് ചെയ്ത് നേരെ റൂഫിലോട്ട് പോകും. ആൻഡ് ഇറ്റ് ബൗൺസസ് ബാക്ക് ഫ്രം ദ റൂഫ് ആൻഡ് കംസ് ബാക്ക് ഡൗൺ അഗൈൻ. സോ ദിസ് ഈസ് ദ സെയിം ഐഡിയ ബിഹൈൻഡ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൽ നമ്മൾ ലെറ്റ്സ് എ ബോൾ പ്രൈസ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. സോ പ്രൈസ് വിൽ ഓൾവേസ് കം ഡൗൺ ടു ദ സപ്പോർട്ട്, ഗോസ് ബാക്ക് അപ്പ് ടു ദ റെസിസ്റ്റൻസ് ആൻഡ് കംസ് ബാക്ക് ഡൗൺ ടു ദ സപ്പോർട്ട് ഏരിയ അഗൈൻ. സോ മൾട്ടിപ്പിൾ ടൈം ഒരു ഏരിയന്ന് റിജക്ഷൻ, ഇഫ് ഇറ്റ്സ് below then you call it as a support, and if it's above then you call it as a resistance. ഗൈസ്, അപ്പോൾ ഇമാജിൻ ഇപ്പോൾ നമുക്ക് ഈ സീലിംഗ് ഓർ റൂഫ് ഈ ബോൾ ബ്രേക്ക് ആവുമെന്ന് വിചാരിച്ചു. സോ ഇഫ് പ്രൈസ് ഇസ് ബ്രേക്കിംഗ് എബവ് ഓർ ബിലോ ദ സപ്പോർട്ട് ഓർ റെസിസ്റ്റൻസ് ഏരിയ, അതിന്റെ അർത്ഥം ദർ വാസ് എ ലോട്ട് ഓഫ് വോളിയം. വോളിയം ക്യാൻ ഓൺലി ബ്രേക്ക് ദ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയ. സോ ദാറ്റ് ഈസ് എ ബേസിക് ഐഡിയ ബിഹൈൻഡ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയ ഗൈസ്. സോ സപ്പോർട്ട് ആക്ട്സ് ആസ് എ ഫ്ലോർ ആൻഡ് റെസിസ്റ്റൻസ് ആക്ട്സ് ആസ് എ റൂഫ്. ഗൈസ്, ഇപ്പോൾ നമ്മുടെ സെയിം ഐഡിയ തന്നെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് വരച്ച് കാണിച്ചു തരാം. സോ ലെറ്റ്സ് സേ ദിസ് ഈസ് അവർ റൂഫ് ആൻഡ് ദിസ് ഈസ് അവർ ഫ്ലോർ. സോ ഇമാജിൻ ഫ്ലോർ ആസ് ദ സപ്പോർട്ട് ആൻഡ് റൂഫ് ആസ് ദ റെസിസ്റ്റൻസ്. സോ ഇഫ് യു പുട്ട് ദ ബൗൺസിംഗ് ബോൾ ഹിയർ ആൻഡ് ഇറ്റ് കംസ് ഡൗൺ ടു ദ ഫ്ലോർ, ഗോസ് ബാക്ക് അപ്പ് and comes back down again and goes back up. Okay, so this is the idea. So imagine the ball as the price. So price താഴോട്ട് വരുന്നു, it goes up to the resistance, comes back down to the support, then it goes back up. So what pushes it down is volume. We need volume for the price to push down below the support. So if this ഇത് നമുക്ക് ബ്രേക്ക് ആവുകയാണെങ്കിൽ then what does this mean? This support area becomes a resistance or a roof area. So it can comes back up again, then it goes down. So you see the idea, because namakku parayam now the previous support becomes a resistance. Same idea namukku molilottu pogumbolu. So price break a resistance with volume, then this act as a support or floor, and price comes down and pushes up again. So price come back to the support and pushes back up again. So this is the basic idea behind it guys, and ഞാൻ ഇനി ഇത് നിങ്ങൾക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിൽ I will show you how it works. Guys, ഇനി നമുക്കിത് ചാർട്ടിൽ എങ്ങനെ വരുമെന്ന് നോക്കാം. So let's say price is coming down. Okay, price is coming down. ഓക്കെ ഗൈസ്, നമ്മുടെ അപ്പോൾ ചാർട്ടിലുള്ള കൺഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ആക്ഷന്റെ രീതിയിൽ നമുക്കൊരു സപ്പോർട്ട് ഫോം ആവുന്നതിന്റെ അർത്ഥം വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് ദിസ് ഡൗൺ ഗൈസ്. നമുക്ക് ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോളോഡ് അപ്പ് വിത്ത് എ ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോഷർ വന്നാൽ മാത്രമാണ് ദെൻ ഇറ്റ് വിൽ ബിക്കം എ സപ്പോർട്ട്. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് വി കോൾ സപ്പോർട്ട് ഇൻ എ പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജിയിൽ. ബിക്കോസ് നമ്മൾ വിക്ക് അല്ല നോക്കുന്നത്, വി ആർ ലുക്കിംഗ് അറ്റ് ക്യാൻഡിൽ ബോഡി ക്ലോസിംഗ്. സോ ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോളോഡ് അപ്പ് വിത്ത് എ ബുള്ളിഷ് ക്യാൻഡിലാണ് നമ്മൾ സപ്പോർട്ട് പറയണത്. ഓക്കെ, സോ പ്രൈസ് മൂവ്ഡ് അപ്പ് ഫ്രം ദ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന് നമ്മൾ പറയണത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ആക്ഷൻ. അഗൈൻ ഐ റിപ്പീറ്റ്, ദിസ് ഇസ് അക്കോർഡിംഗ് ടു പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജി. ബുള്ളിഷ് ക്യാൻഡിൽ ഫോളോഡ് അപ്പ് വിത്ത് എ ബെയറിഷ് ക്യാൻഡിൽ ക്ലോഷറിനാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഫ്രം ദ റെസിസ്റ്റൻസ് ഏരിയ price came down. So this is how we identify support and resistance area guys. So support is a bearish candle followed up with a bullish candle closure. Resistance is a bullish candle followed up with a bearish candle closure. So this is very important in
price action strategy. Let's say price is coming down from a resistance area and it broke below the support area. താഴെ ഉണ്ടായിരുന്ന support area താഴെ break and close ആയി. Then we know this support area is broken. So that is a breakout. So ഇനി ഒരു candle can form back up and close back up here. And if one candle ഒരു bearish closure തരുവാണെങ്കിൽ, so now we know this is a resistance. So support, price comes down, goes back up and forms a resistance, then there is a very high probability price can push back down again. അപ്പോൾ ഇതിന്റെ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീവിയസ് സപ്പോർട്ട് ക്യാൻ ഓൾസോ ബിക്കം എ റെസിസ്റ്റൻസ്, ഓൾസോ എ പ്രീവിയസ് റെസിസ്റ്റൻസ് ക്യാൻ ഓൾസോ ബിക്കം എ സപ്പോർട്ട്. Now guys, let's imagine price is pushing up. Okay, price is pushing up from a support and price broke the resistance area. Price resistance area break ആയി മുകളിലോട്ട് പോയി. And let's say if price comes back down and ഇവിടെ ഒരു bullish closure വന്നു കഴിഞ്ഞാൽ, if it becomes a bullish closure, now we know this resistance becomes a support. ഇപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് ഫോം ആയി ഗൈസ്. സോ നൗ ഇറ്റ് ബിക്കം എ സപ്പോർട്ട്. നമുക്ക് നമ്മുടെ കൺഫർമേഷൻ കിട്ടി. bearish candle followed up with a bullish candle closure വന്നു. So now it's become a support, and if next candle break the high, then there is a very high probability price can push up. So the same idea guys in resistance too. So guys, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പോൾ price went up, broke the previous resistance. Now this area becomes a support area for price to push up again. So this is how market moves in an uptrend guys. This is a higher low, higher high, higher low and higher high. So this is the basic idea for ഒരു റെസിസ്റ്റൻസ് എങ്ങനെ സപ്പോർട്ടായി മാറണമെന്ന്. ഗൈസ്, അപ്പോൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏതൊക്കെ ടൈം ഫ്രെയിമിലാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഗൈസ്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഞാൻ മാർക്ക് ചെയ്യണത് ഡെയിലി ടൈം ഫ്രെയിമിൽ മാർക്ക് ചെയ്യും, 4 hour ടൈം ഫ്രെയിമിൽ മാർക്ക് ചെയ്യും, 1 hour ടൈം ഫ്രെയിമിൽ മാർക്ക് ചെയ്യും, 30 minute മാർക്ക് ചെയ്യും. ഈ 4 ടൈം ഫ്രെയിമിലായിരിക്കും ഞാൻ എൻ്റെ മേജർ ആയിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കുന്നത്. 15 minutes ഇറ്റ്സ് എ വെരി വീക്ക് കൺഫർമേഷൻ ഗൈസ്. സോ ഐ യൂഷ്വലി സ്റ്റേ അവേ ഫ്രം 15 minutes. ബട്ട് 15 minutes സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ല. There are probabilities, but probability കൂടിയത് will be always 30 minute, 1 hour, 4 hour and daily time frame. So guys, finally to conclude this video, നമുക്ക് ഇത്രയും നമ്മൾ പോയ കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് റീക്യാപ്പ് ചെയ്യാം. So support acts as a floor, resistance acts as a roof. ആ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. So imagine that as a bouncing ball comes to floor, goes back up to the roof, comes back down to the floor again and goes back up to the roof. So only thing it breaks above or below the area will be volume ആയിരിക്കും എപ്പോഴും പ്രൈസിനെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണതോ അല്ലെങ്കിൽ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്യണതോ വോളിയം ആയിരിക്കും. ആൻഡ് പ്രീവിയസ് സപ്പോർട്ട് ക്യാൻ ആക്ട് ആസ് എ റെസിസ്റ്റൻസ് ഓർ പ്രീവിയസ് റെസിസ്റ്റൻസ് ക്യാൻ ഓൾസോ ആക്ട് ആസ് എ സപ്പോർട്ട്. സോ ആ ഐഡിയ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം. പിന്നുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ക്യാൻഡിൽ ക്ലോസസ്. ഒരു സപ്പോർട്ട് നമ്മൾക്ക് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോളോഡ് അപ്പ് വിത്ത് എ ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോഷർ വേണം ഇൻ എ 30 minute ഓർ ബിഗർ ടൈം ഫ്രെയിം. സെയിം ഐഡിയ തന്നെ നമുക്ക് റെസിസ്റ്റൻസിന്റെ ഐഡിയ മീൻസ് എ ബുള്ളിഷ് ക്യാൻഡിൽ ഫോളോഡ് അപ്പ് വിത്ത് എ ബെയറിഷ് ക്യാൻഡിൽ ക്ലോഷറിനായിരിക്കും നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. 30 minutes മുതൽ അതിന്റെ ഹയർ ടൈം ഫ്രെയിമിലോട്ട് പോകുമ്പോഴായിരിക്കും നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയ മാർക്ക് ചെയ്യേണ്ടത്. ആൻഡ് ദ ബെസ്റ്റ് ടൈം ഫ്രെയിംസ് ടു മാർക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആർ 30 minute, 1 hour, 4 hour and daily time frames. അപ്പോൾ guys, this is the end of this video. I hope you guys learned a lot. Please rewatch this. Use support and resistance for a trading idea. It's a very basic idea for price action. So ഇത് യൂസ് ചെയ്ത് നിങ്ങൾ ട്രേഡ് എടുക്കാൻ നോക്കുക. മാർക്ക് ഡൗൺ യുവർ 30 minute സപ്പോർട്ട്, 4 hour സപ്പോർട്ട്, 1 hour സപ്പോർട്ട്, ഡെയിലി സപ്പോർട്ട്, ആൻഡ് യു സീ ഹൗ പ്രൈസ് റിയാക്ട്സ് ഓൺ ദാറ്റ് ഏരിയ. എങ്ങനെ പ്രൈസ് അവിടെ നിന്ന് റിയാക്ട് ചെയ്യണോ, അവിടെ ഒരു റെസിസ്റ്റൻസ് ഫോം ആണോ, ഒരു സപ്പോർട്ട് ഫോം ആണോ, അതോ ബ്രേക്ക് ഔട്ട് ആവുകയാണോ, നമുക്ക് അവിടെ റീടെസ്റ്റ് കിട്ടുമോ എന്നുള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങൾ വാച്ച് ചെയ്യുക. And thank you for watching this video again guys. I hope this will help you in your trading journey. അപ്പോൾ thank you for watching again. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Okay, bye.